ജർമ്മൻ കോച്ച് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ സ്വപ്നക്കുതിപ്പിലായിരുന്നു ബാഴ്സലോണ. എന്നാൽ ശനിയാഴ്ചത്തെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് ബാഴ്സലോണ അടുത്തൊന്നും കരകയറില്ല. കാരണം 53 വർഷത്തിനിടെ ആദ്യമായാണ് ലാസ് പാൽമാസ് ബാഴ്സയ്ക്കെതിരെ ജയിക്കുന്നത്. പരിക്കുമാറി കൗമാരതാരം ലാമിൻ യമാൽ കളിക്കാനിറങ്ങിയിട്ടും സ്വന്തം തട്ടകത്തിൽ ബാഴ്സ ഞെട്ടിക്കുന്ന തോൽവി നേരിട്ടു. ലാസ് പാൽമാസ് 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബാഴ്സയെ അട്ടിമറിച്ചത്. കഴിഞ്ഞ 20 തവണ ഏറ്റുമുട്ടിയപ്പോഴും 18 തവണ ജയം ബാഴ്സയ്ക്കൊപ്പമായിരുന്നു. 2 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. 1971 സെപ്റ്റംബറിലാണ് ഇതിനു മുമ്പ് ലാസ് പാൽമാസ് ബാഴ്സയെ തോൽപ്പിച്ചത്. ലാലിഗയിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ബാഴ്സയുടെ രണ്ടാമത്തെ തോൽവിയാണിത്. ഒരു മത്സരം സമനിലയിലും കലാശിച്ചു. ഇത് ഒന്നാം സ്ഥാനത്ത് കുതിച്ചിരുന്ന ടീമിന്റെ കിരീട പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി. 34 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണെങ്കിലും 30 പോയിന്റുമായി രണ്ടാമതുള്ള റയലിനേക്കാൾ 2 മത്സരങ്ങൾ ബാഴ്സ അധികം കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ ബാഴ്സ സെൽറ്റാ വിഗോയോട് സമനില വഴങ്ങിയിരുന്നു. അതിനു മുമ്പത്തെ മത്സരത്തിൽ റയൽ സോസിഡാഡിനോട് 1 ഗോളിന് പരാജയപ്പെടുകയും ചെയ്തു. കണങ്കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ടീമിന്റെ കഴിഞ്ഞ 3 കളികളിൽ യമാൽ കളിച്ചിരുന്നില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.